സൗവർണികയുടെ ടച്ചോടുകൂടി ഇന്നത്തെ മത്സരം ആരംഭിക്കുകയാണ്. നിലവിൽ 2 മാറ്റങ്ങളാണ് ലോർഡ്സ് ഓഫ് കൊച്ചിയും അതുപോലെ തന്നെ അളഗപ്പ എഫ് സിയും വരുത്തിയിട്ടുള്ളത്. മികച്ച രീതിയിലുള്ള കളി തന്നെയാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഈ ഒരു മത്സരത്തിൽ. ഫസ്റ്റ് ടൈം ക്ലിയറൻസ് ആണ് അവിടെ ലോർഡ്സ് ഓഫ് കൊച്ചിയുടെ. പെനാൽറ്റി ഏരിയയ്ക്ക് സമീപത്തായി ചെറിയ വ്യത്യാസത്തിൽ പുറത്തേക്ക് പോവുകയാണ് അവിടെ. നല്ലൊരു ട്രൈ ആയിരുന്നു അവിടെ ലോർഡ്സ് ഓഫ് കൊച്ചിയുടെ. ഒരു ടൈമിലി ഹെഡിങ് എന്ന് തന്നെ പറയേണ്ടി വരും. എനിക്ക് തോന്നുന്നു ഷാലുമോളാണെന്ന് തോന്നുന്നു. ഷാലുമോളുടെ ഫസ്റ്റ് ടൈം ട്രൈ ആയിരുന്നു അവിടെ. നീലാംബരി കോഴിക്കോട് വടകര സ്വദേശിനിയാണ്. ആൻഡ് ശ്രേയ ഇടത് വിങ്ങിൽ കൂടി ശ്രേയയുടെ മുന്നേറ്റമാണ്. ആര്യയുടെ ഒരു ഇൻ്റർസെപ്ഷൻ നമുക്കവിടെ കാണാം. യെസ്, ആര്യയുടെ ഒരു ബ്ലോക്കിംഗ് ആണ്. ഒരു കാർഡ് കിട്ടാത്തത് അവിടെ ഭാഗ്യമാണ് ആര്യയെ സംബന്ധിച്ച്. മത്സരത്തിൻ്റെ 18ാമത്തെ മിനിറ്റിൽ അളഗപ്പ എഫ് സിക്ക് ലഭിക്കുന്ന ഒരു ഫ്രീ കിക്ക്. പെനാൽറ്റി നീലാംബരിയുടെ ഫ്രീ കിക്ക്, ഒരു ഹൈ ഫ്രീ കിക്കാണ്. ഒരു ട്രൈ അവിടെ നടത്തുന്നുണ്ട്. ഒരു മഞ്ഞ കാർഡ് ലഭിക്കുകയാണ് അവിടെ. നീലാംബരിയുടെ ഒരു ഹൈ ഫ്രീ കിക്ക് ആയിരുന്നു അവിടെ. എനിക്ക് തോന്നുന്നു അഞ്ജന നകുലൻ മനഃപൂർവ്വം കൈകൊണ്ട് തട്ടി ഗോളാക്കാനുള്ളൊരു ശ്രമമായിരുന്നു അവിടെ. അതിനാണ് കൃത്യമായി മഞ്ഞക്കാർഡും നൽകുന്നതും. ഇന്നത്തെ മുഖ്യ റഫറി അമൽ മോഹൻ. സ്ഥാനത്തിൻ്റെ മധ്യഭാഗത്ത് സൗവർണിക നേരെ ഷാലുമോളെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഷാലു ഒരു 1 vs 1 സിറ്റുവേഷൻ. യെസ്, ഫൗളാണ് എനിക്ക് തോന്നുന്നു. ഒരു കാർഡ് കിട്ടാനുള്ള എല്ലാ സാധ്യതയും അവിടെ ഉണ്ട്. മത്സരത്തിൻ്റെ 54ാമത്തെ മിനിറ്റിൽ ചുവപ്പ് കാർഡ് കണ്ട് പുറത്തു പോവുകയാണ് അളഗപ്പ എഫ് സിയുടെ ഗോൾ കീപ്പർ. കഴിഞ്ഞ മത്സരത്തിലും അളഗപ്പ എഫ് സിയുടെ ഗോൾ കീപ്പർ ചുവപ്പ് കാർഡ് കണ്ട് പുറത്തു പോയിരുന്നു. അതിന് സമമായാണ് ഇന്നേ മത്സരത്തിലും ചുവപ്പ് കാർഡ് കണ്ട് പോകുന്നത്. കഴിഞ്ഞ മത്സരത്തിലും ചുവപ്പ് കാർഡ് കണ്ട് പുറത്തു പോകേണ്ടി വന്നിരുന്നു അളഗപ്പ എഫ് സിയുടെ ഗോൾ കീപ്പർക്ക്. ഇപ്പോഴും ലോർഡ്സ് ഓഫ് കൊച്ചിക്ക് വേണ്ടി മഞ്ജിമയുടെ ഒരു അറ്റാക്ക് കാണാൻ സാധിക്കുന്ന അവിടെ നേരെ അലീന. ഒരു ഫ്രീ കിക്ക് ലഭിക്കുകയാണ്. ഒരു 25 വാര അകലെ നിന്നുകൊണ്ട് ലോർഡ്സ് ഓഫ് കൊച്ചിക്ക് അനുകൂലമായി ഫ്രീ കിക്ക് ലഭിക്കുന്നു. മഞ്ജിമ വരുന്നു ഫ്രീ കിക്ക് എടുക്കാനായി. മഞ്ജിമ ഈസ്റ്റ് കേരള വുമൻസ് ലീഗ് 2024-2025 സീസണിൽ മഞ്ജിമയുടെ പേരിൽ കുറിക്കപ്പെടുന്ന ആദ്യത്തെ ഗോളായി മാറിയിരിക്കുന്നു. മഞ്ജിമ. നോക്കുക റീപ്ലേ. മഞ്ജിമ ഇത്തവണ നല്ല രീതിയിലുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ട് ഓവർഹെഡ് ബോളായി മാറുന്ന ഗോൾ കീപ്പറുടെ തൊട്ടടുത്തായിട്ട് അവരുടെ ഡിഫൻഡർ ദേവ ഉണ്ടെങ്കിലും ദേവയ്ക്കും അത് ക്ലിയറൻസ് ചെയ്യാൻ സാധിക്കുന്നില്ല. കൃപ ഒരു ഓവർഹെഡ് ബോൾ നൽകാനുള്ളൊരു ശ്രമമായിരുന്നു കൃപയുടെ. അഞ്ജന നഗരൂരിലേക്ക് ഇടത് വിങ്ങിൽ കൂടി ഗോൾ കീപ്പർ മുന്നിലോട്ട് കയറി വന്ന് എനിക്ക് തോന്നുന്നൊരു മിസ്റ്റേക്കാണ് ഗോൾ കീപ്പറുടെ. ഡിഫൻഡർ അവിടെ ഉണ്ടായിട്ടും ഗോൾ കീപ്പർ വന്ന് ടാക്കിൾ ചെയ്യുകയാണ്. ഒരു മഞ്ഞ കാർഡാണ്. ഒരു അനാവശ്യമായ ഒരു നീക്കമാണ് ഗോൾ കീപ്പർ ദേവാഞ്ജനയുടെ. നോക്കുക തൊട്ടടുത്തായിട്ട് അവിടെ ജേഴ്സി നമ്പർ 23 മേഘ അവിടെ ഉണ്ട്. മേഘയ്ക്ക് എടുക്കാവുന്ന ബോളേ ഉള്ളൂ. പക്ഷേ ഗോൾ കീപ്പർ എവിടെ നിന്നാണ് വന്ന് അഞ്ജനയെ ഫൗൾ ചെയ്യുന്നതെന്ന് ശ്രദ്ധിക്കുക. വിധിക്കപ്പെടുകയാണ് ഇപ്പോൾ. ഗോൾ കീപ്പർ സേവ് ചെയ്യുകയാണ് ദേവാഞ്ജനയുടെ സേവ് നമുക്കവിടെ കാണാം. ദേവാഞ്ജന വരുത്തിയ പിഴവിൽ നിന്നും ദേവാഞ്ജന തന്നെ സേവ് ചെയ്യുകയാണ് ഇപ്പോൾ. ഒരു അനാവശ്യമായി ഒരു ഫൗൾ കൺസീഡ് ചെയ്യുന്ന ഒരു പെനാൽറ്റി വഴങ്ങുകയും അതുവഴി ദേവാഞ്ജന തന്നെ സേവ് ചെയ്യുകയാണ്. കൃത്യമായ സേവാണ് ഗോൾ കീപ്പറുടെ. വലത് ഭാഗത്തേക്ക് ഇപ്പോഴും ലോർഡ്സ് ഓഫ് കൊച്ചി ലീഡ് തുടരുകയാണ്. അവിടെ ത്രോയിൻ വഴങ്ങുകയാണ് ലോർഡ്സ് ഓഫ് കൊച്ചി. ഒരു ആശയക്കുഴപ്പമാണ് അവിടെ കാണുന്നത്.
ടച്ച് ലൈനിന് പന്ത് പുറത്തേക്ക് പോയെന്ന് രണ്ട് ടീമും വാദിക്കുന്നുണ്ട്. ഞങ്ങൾക്കാണ് ത്രോ എന്ന് രണ്ട് ടീമും വാദിക്കുന്നുണ്ട്. പക്ഷേ ലോർഡ്സ് ഓഫ് കൊച്ചിക്ക് എതിരായി ത്രോ വരുന്നു. അതിൻ്റെ ഒരു ഫ്രസ്ട്രേഷനാണ് നിലവിൽ നമുക്കവിടെ കാണാൻ സാധിച്ചത്. ഇപ്പോഴും ഇരു ടീമുകളും ആക്രമണം അഴിച്ചുവിട്ടിരിക്കുകയാണ് അവസാന നിമിഷങ്ങളിൽ. ആൻഡ് മേഘാം, അഞ്ജന, ആര്യ. അഞ്ജന റിസീവ് ചെയ്തുകൊണ്ട് നേരെ ഒരു ഫൗൾ കൺസീഡ് ചെയ്യപ്പെടുകയാണ് അവിടെ. മത്സരത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ ലോർഡ്സ് ഓഫ് കൊച്ചി ഒരു ഫൗൾ കൺസീഡ് ചെയ്യുകയാണ് അവിടെ. മേഘ വരുന്നു ഫ്രീ കിക്ക് എടുക്കാനായി. മേഘ ഒരു ടൈമിലി സേവാണ് ദേവാഞ്ജനയുടെ. ഒരു നല്ലൊരു ഷോട്ടായിരുന്നു അത്, നല്ല ഫ്രീ കിക്ക് ആയിരുന്നു അത്. കറക്റ്റ് ഗോൾ പോസ്റ്റിൽ എത്തേണ്ട ബോളായിരുന്നു. ബ്യൂട്ടിഫുൾ ഫ്രീ കിക്ക് ആയിരുന്നു. അതിനൊത്ത സേവും നമുക്കവിടെ കാണാൻ സാധിക്കുന്നു ഗോൾ കീപ്പറുടെ, ദേവാഞ്ജനയുടെ. മത്സരം 94 മിനിറ്റ് പിന്നിടുന്ന ഏത് നിമിഷവും ഫൈനൽ വിസിൽ വരാം. ഇപ്പോഴും എതിരില്ലാത്ത ഒരു ഗോളിന് ലോർഡ്സ് ഓഫ് കൊച്ചി ലീഡ് തുടരുകയാണ് ഈ ഒരു മത്സരത്തിൽ. ഈ മത്സരം വിജയിക്കാനായാൽ അവരുടെ ആദ്യ വിജയമാണ് ഈസ്റ്റ് കേരള വുമൻസ് ലീഗിൽ. യെസ്, ഫൈനൽ വിസിൽ വന്നിരിക്കുന്നു. ഏകപക്ഷീയമായ ഒരു ഗോളിന് ലോർഡ്സ് ഓഫ് കൊച്ചി ഈ മത്സരം കൈപ്പിടിയിൽ ഒതുക്കുകയാണ്.